ഡൽഹി കലാപത്തിന് പിന്നിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട UAPA ചുമത്തപ്പെട്ട കേസിൽ സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി ഉമർ ഖാലിദ്. 4 വർഷത്തിലേറെയായി വിചാരണയില്ലാതെ ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദ് തന്റെ ജീവിതം ഇപ്പോൾ ഈ തടവറയ്ക്കുള്ളിലാണെന്ന് പങ്കാളിയോട് പറഞ്ഞു. തന്നെക്കാളേറെ ജാമ്യം അർഹിച്ച മറ്റ് 5 പേർക്ക് കോടതി കനിവ് നൽകിയതിൽ തനിക്ക് ആശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ, NV അൻസാരിയ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഉമർ ഖാലിദിന്റെയും ഷർജിൽ ഇമാമിന്റെയും ജാമ്യാപേക്ഷകൾ തള്ളിയത്. ഇവർക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം നിലനിൽക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. ഡൽഹി ഹൈക്കോടതി നേരത്തെ ജാമ്യം നിഷേധിച്ച ഉത്തരവ് ശരിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഈ തീരുമാനത്തിലെത്തിയത്. ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും എതിരായ കുറ്റങ്ങൾ വ്യത്യസ്തമാണെന്ന് കോടതി വ്യക്തമാക്കി. ഓരോ പ്രതിയുടെയും പങ്കും അവർക്കെതിരെ ഹാജരാക്കിയ രേഖകളും പ്രത്യേകം പരിശോധിച്ച ശേഷമാണ് വിധി പ്രസ്താവിച്ചത്. ഇരുവരും കലാപത്തിന് ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിയെന്ന അന്വേഷണ ഏജൻസിയുടെ വാദത്തെ പ്രഥമ ദൃഷ്ട്യാ തള്ളിക്കളയാനാവില്ലെന്ന് കോടതി വിലയിരുത്തി.